ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടുന്നതിനായിട്ട് നമ്മുടെ വിഷ്ണുവാണ് രണ്ടുപേർക്കും പപ്പിക്കുട്ടിക്കും നമ്മുടെ സത്യക്കുട്ടിക്കും പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മുടെ സത്യയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ശാലിനി ഓർക്കുമ്പോൾ മിസ്സിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മിസ്സ് പറയുന്നുണ്ട്, അയ്യോ സൈൻ ചെയ്ത് വന്നല്ലോ, എന്നാലും മേഡം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ റിപ്പോർട്ട് കൊടുത്ത് വിടാമെന്ന്. അങ്ങനെ വൈകുന്നേരം ശാലിനി വന്നപ്പോൾ നമ്മുടെ സത്യക്കുട്ടി കൊണ്ടുവന്ന് കാണിക്കുകയാണ്, അമ്മയെ സോറി അമ്മേ, എന്നോടൊന്നും പറയല്ലേ, എനിക്ക് പിന്നെ പപ്പിയുടെ വല്യച്ഛനാണ് സൈൻ ചെയ്ത് തന്നത്, അമ്മ ഇടാൻ മറന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പപ്പിയെല്ലാം നമ്മുടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശാലിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനിയും നമ്മുടെ ശാരദാമ്മയും ഇതിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ആരാണോ ഒപ്പിടാൻ വേണ്ടത് അവർ തന്നെയാണ് ഒപ്പിട്ടത്, മക്കളുടെ അച്ഛൻ തന്നെയാണ് അതിൽ ഒപ്പിടാനുള്ളത്, അത് തന്നെ നടക്കുകയും ചെയ്തു എന്ന് നമ്മുടെ ശാരദാമ്മ പറയുകയാണ്. അപ്പോൾ ശാലിനി പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ പിക്ചർ അതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. അത് നോക്കി ശാലിനി ഇങ്ങനെ സൈൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാരിറ്റബിളിൻ്റെ കീഴിൽ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററൊക്കെ നമ്മുടെ സത്യാമ്മ വിളിക്കുകയാണ്. സത്യാമ്മ ഇങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ എത്തണമെന്നൊക്കെ. ഞാൻ എത്തും, അതിന് വേറൊരു മാറ്റങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഫോൺ വെച്ചതിന് ശേഷം ഓർക്കുന്നത് നമ്മുടെ കളക്ടർ അടുത്ത് നാളെ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കളക്ടറിൻ്റെ PS അനുപല്ലവി വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ കളക്ടറുടെ അടുത്തൊന്ന് പറഞ്ഞേക്കണേ, നാളത്തെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ചാർട്ടിൽ നാളത്തെ ഏതാ കാര്യങ്ങളെന്നുള്ളതിൻ്റെ ഞാൻ ഇങ്ങനെ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ എന്തായാലും കളക്ടർ അവിടെ ഉണ്ടാകും എന്നൊക്കെ നമ്മുടെ അനുപല്ലവി വാക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സത്യാമ്മ അവിടെ നിന്നൊരു കാറിലിങ്ങനെ ഈ ചാരിറ്റബിളിൻ്റെ അമ്മ മനസ്സെന്ന് പറഞ്ഞ ചാരിറ്റബിളിൻ്റെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് നമ്മുടെ സത്യാമ്മ കാറിലേക്ക് വരികയാണ്. അപ്പോൾ കാറ് പതുക്കെ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഡ്രൈവറോട്, ഇതെന്താ ഇങ്ങനെ പതുക്കെ പോകുന്നതെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ സത്യാമ്മ, ഞാൻ പതുക്കെ പോകുന്നതല്ല, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കാറിൻ്റെ എഞ്ചിൻ പണി കഴിഞ്ഞ് ഇന്നലെ ഇറക്കിയതേ ഉള്ളൂ, അപ്പം സ്പീഡ് കുറച്ച് പോകാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ ഇങ്ങനെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണു നീ അങ്ങോട്ടേക്ക് എത്തണം, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണ് എന്നൊക്കെ നമ്മുടെ സത്യാമ്മയും പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ശാലിനിയും നമ്മുടെ ACP ഉണ്ടല്ലോ, നമ്മുടെ ചന്ദ്രബോസും അനുപല്ലവിയും കൂടെ കളക്ടറുടെ കാറിൽ തന്നെ ഈ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ കാറിനകത്ത് തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, മാഡം ഇതൊക്കെ പറ്റിപ്പാണ്, ഇതാണെന്നൊക്കെ ഒരു ജനങ്ങളോടൊരു സ്നേഹവും കരുണയും ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെയുള്ള ചന്ദ്രബോസിൻ്റെ സംസാരം നമ്മുടെ ശാലിനിക്ക് മുന്നേ നമ്മുടെ ചന്ദ്രബോസിനെ പരിചയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ശാലിനിക്ക് അതെല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ശാലിനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ശാലിനി ഒന്ന് ഊന്നിയൊക്കെയുള്ള സംസാരത്തിൽ നമ്മുടെ ചന്ദ്രബോസിനെ കുത്തിയൊക്കെ സംസാരം പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, എനിക്ക് ഏത് സമയത്താണോ ഇവർക്ക് കൂടെ പോകാൻ തോന്നിയത്, എൻ്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് അറിയില്ലേ, ഇതിന് മുന്നേ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെ ഞാൻ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഞങ്ങളായിട്ട് കളിപ്പിച്ചിട്ടുള്ളതല്ലേ, നിങ്ങളുടെ നല്ല മനസ്സാണെന്നാണോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാമെന്നൊക്കെ നമ്മുടെ ശാലിനിയും മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ശാലിനിയുടെയും ചന്ദ്രബോസിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ് അവരുടെ ഈ യാത്രയിൽ സംസാരം വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ അനുപല്ലവിയെ വിളിച്ചും ശാലിനി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചാരിറ്റബിളിൽ നിന്ന് തന്നെ നമ്മുടെ ശാലിനിയെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എത്തുന്നുണ്ട്, കറക്റ്റ് സമയത്ത് തന്നെ എത്തും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തായാലും ഇങ്ങനെ പാവപ്പെട്ട എവിടെയെങ്കിലും ഒരു കല്യാണത്തിൻ്റെ ഈ പാവങ്ങളായിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കല്യാണത്തിനായാലും വീട് വയ്ക്കാനായാലും അവർക്ക് പഠിക്കാനായാലും ഉള്ള ഒരു ജോലി കൊടുക്കാൻ, എവിടെയെങ്കിലും ഞാൻ ജോലി കൊടുക്കാൻ സംഘടിപ്പിക്കാനുള്ള അതൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രബോസ് പറയുന്നുണ്ട്, മാഡം ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങളാണെങ്കിൽ പാവപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്, ഇതൊക്കെ വെറും പറ്റിപ്പാണ്, അതങ്ങനെ ചന്ദ്രബോസിന് അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രബോസിന് ഉത്തരം മുട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ജോലിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോളനിയുടെ പേര് പറഞ്ഞിട്ട് അതിനകത്തൊരു വീട്ടിലെ 1-2 പേർക്കൊക്കെ വളരെ ജോലി അത്യാവശ്യമായിട്ട് നിൽക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, ആ കോളനി എന്ന് പറയുന്നത് ഒരു ഇച്ചിരി VIP കോളനിയാണല്ലോ, അവിടെ ആർക്കാ ഈ ജോലിയുടെ അത്യാവശ്യം, നിങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെ നടക്കുമെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ശാലിനി വീണ്ടും കുത്തി നമ്മുടെ ചന്ദ്രബോസിനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യാമ്മയുടെ വണ്ടി ഓഫായി പോവുകയാണ്. അപ്പോൾ ഓഫായി പോകുമ്പോൾ, അയ്യോ വണ്ടി എന്താ സ്റ്റാർട്ട് ആവുന്നില്ല, ഇല്ല മാഡം സ്റ്റാർട്ട് ആവുന്നില്ല, അയ്യോ എനിക്ക് സമയത്ത് എത്തണമല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നോക്കുകയാണ് ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ അതിൽ കയറി പോകാമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ പറയാം, ഞാൻ പതുക്കെ ഒന്ന് നടന്നു നോക്കാം എന്ന് പറഞ്ഞ് സത്യാമ്മ കുറച്ച് നടക്കുമ്പോൾ തന്നെ സത്യാമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം, BP ഗുളിക കഴിച്ചിട്ടില്ല, അപ്പോൾ BP എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് ഒട്ടും വയ്യ എന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മുടെ സത്യാമ്മ വളരെ സങ്കടത്തോടെ ഇങ്ങനെ നടക്കുകയാണ്, അയ്യോ എനിക്ക് സമയത്ത് എത്താൻ പറ്റത്തില്ലേന്ന്. അങ്ങനെ നടന്നു
വരുമ്പോൾ തന്നെ സത്യാമ്മയ്ക്ക് ഒരു തലചുറ്റലും അങ്ങനെ ഒരു വല്ലായികയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ പെട്ടെന്ന് പബ്ലിക് റോഡിൽ തന്നെ അങ്ങ് തല കറങ്ങി അങ്ങ് വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാലിനി എന്തായാലും ആ വഴിക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ശാലിനി കാണുമായിരിക്കും. അപ്പോൾ ശാലിനി എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ സത്യാമ്മ അങ്ങനെ അവിടെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഭാഗമെന്ന് പറയുന്നത്, പുതിയ ഭാഗമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, പിന്നെ ലൈക്ക് തരണം, കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.